ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് യോക്ക് ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം. 24 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് വരുന്ന കുട്ടിയുടെ അളവിനകത്താണ് കാണിക്കുന്നത്. ടോട്ടൽ ലെങ്ത്ത് 23 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് യോക്ക് പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. തുണീനെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡോട് കൂടിയിട്ടുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് യോക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. അലവൻസ് അടക്കം 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വേണം അതനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ 24 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടിനെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസും ചേർത്ത് 7.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിന് 3.5 ഇഞ്ച്, ബാക്ക് നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ 2.5 ഇഞ്ചിൽ, 3 ഇഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം താഴേക്ക് ഷോൾഡറിൽ നിന്ന് താഴേക്ക് 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് തുണിക്ക് 5 ഇഞ്ചേ ഉള്ളൂ. അത് പ്രത്യേകം നോക്കാം കേട്ടോ. നമുക്ക് സ്കേർട്ട് പാർട്ട് എടുക്കുമ്പോൾ അതിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് താഴെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഭാഗങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിത് മാറിപ്പോവാതിരിക്കാൻ വരച്ചു എന്നുള്ളൂ കേട്ടോ. ആം ഹോള് അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യേണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം ബാക്കും ഷോൾഡർ സ്ലോപ്പൊക്കെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് വിട്ടിൽ തുണി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ട് പീസ് മാറ്റിയിട്ട് നമ്മൾ നെക്കും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യണം. സ്കേർട്ട് പാർട്ടിനായിട്ട് മൊത്തം നമുക്ക് 19.5 ഇഞ്ച് ലെങ്ത്ത് എടുക്കണം. 1.5 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് ഞാൻ ബാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ലെങ്ത്ത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് 7.5 ആയിരുന്നു. 7.5യുടെ കൂടെ വീണ്ടും ഒരു 7.5 കൂട്ടിച്ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ഇഞ്ചും കൂടി അലവൻസും ചേർത്ത് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്വയറായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോക്ക് ഭാഗവും സ്കേർട്ടിൻ്റെ ഭാഗവും ചേർത്ത് വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വേണം നമ്മൾ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ഇഞ്ചിൽ ബാക്ക് ആം ഹോളും 1/2 ഇഞ്ചിൽ ഫ്രണ്ട് ആം ഹോളും കുഴിച്ചു വെട്ടുക. അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്യണത് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ആം ഹോൾ 6 ഇഞ്ച് എടുത്തില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് 1/2 ഇഞ്ച് നീക്കിയിട്ട് മാർക്ക് ചെയ്യുക ഉള്ളിലോട്ട്. അത് കഴിഞ്ഞിട്ട് ആം ഹോളിൻ്റെ ആ കുഴിയുടെ ഭാഗം വരണോടുത്ത കോർണർ ഭാഗത്തും 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം അടിഭാഗത്ത് 1 ഇഞ്ചിൽ ഒന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ചെരിച്ച് ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യണം. അപ്പോൾ 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ക്രോസ് പീസ് കുറച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗം ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുത്ത് വയ്ക്കാം. നമുക്ക് വള്ളി വേണമെന്നുണ്ടെങ്കിൽ വള്ളി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിനകത്ത് വള്ളി ഇല്ലാത്തതാണ് കേട്ടോ കാണിക്കുന്നത്. വള്ളി വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് വിഡ്ത്തിലും 20 ഇഞ്ച് ലെങ്ത്തിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എത്ര വേണം അതനുസരിച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ക്രോസ് പീസ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് നല്ല വശം ചേർത്ത് വരുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക 2 അറ്റഭാഗത്തോ, അല്ലെങ്കിൽ വേഗം വിട്ടുപോരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ക്രോസ് പീസിൻ്റെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് ഭാഗം വരുന്നിടത്ത് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. വെറുതെ ഒന്ന് മടക്കണുള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗത്തും ആയാലും ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഒരു അളവിന് ഇതുപോലെ മടക്കിയിട്ട് അടിച്ചു വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് പല രീതിയിലും പലവരും സ്റ്റിച്ച് ചെയ്തത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെയാണ് ചെയ്യാറ്, അതുപോലെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇപ്പം അതേ ഫുള്ളായിട്ട് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യോക്ക് ഭാഗങ്ങൾ രണ്ടും ചേർത്ത് വെക്കുക. നല്ല വശം വരുന്ന രീതിയിൽ ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഷോൾഡർ നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
രണ്ട് ഭാഗത്തും ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചസ് ഇട്ട് കൊടുക്കണം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കേട്ടോ. അതായത് ഇതിന് രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം എവിടെയാണോ വന്നത് അവിടെ നമ്മൾ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെയും സെൻറ്റർ ഭാഗം വരുന്നിടത്ത് നോച്ചസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നത് സെൻറ്റർ ഭാഗത്ത് നിന്നാണ് നമ്മൾ വെച്ച് ഞെറിയിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനിയും അപ്പോൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ യോക്ക് ഭാഗത്തിൻ്റെ നല്ല വശം മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്കേർട്ടിൻ്റെ നല്ല വശം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഞെറികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സെൻറ്റർ പ്ലീറ്റ്സുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 1/2 ഇഞ്ചിലുള്ള കുഞ്ഞു കുഞ്ഞു ഞെറികളാണ് കേട്ടോ അത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരറ്റത്ത് നിന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സെൻറ്റർ ഭാഗം എത്തുമ്പോൾ നമുക്ക് കിട്ടും. ആ അറ്റഭാഗം എത്തുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഒരു അറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് മറ്റേ അറ്റത്ത് എത്തുമ്പോൾ. അപ്പോൾ സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി അവസാന ഭാഗം എത്തുമ്പോൾ നമുക്ക് ഒരു 1.5 ഇഞ്ചിലോ 1 ഇഞ്ചിലോ ഞെറികളില്ലാണ്ട് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് 4 ഭാഗവും ഇതുപോലെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം 2 ഭാഗത്തും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ക്രോസ് പീസിൻ്റെ അറ്റഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചീത്ത വശത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് മറച്ചിട്ട് അതിൻ്റെ അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 2 ആം ഹോളിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നെക്കിൻ്റെ ഭാഗവും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നെക്ക് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ ഇത്തിരി കയറ്റി ക്രോസ് പീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ കയറ്റുന്ന അവിടുത്തെ ഭാഗത്ത് മാത്രം ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് 2 ഭാഗവും ഫുള്ളായിട്ട് ചെയ്തിട്ടും നെക്കിൻ്റെ ഭാഗത്തും ചെയ്തിട്ട് കാണാട്ടെ ഇനി. അപ്പോൾ ഇതേ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗത്തു നിന്നും അറ്റത്തേക്ക് 1.5 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഒരു ഭാഗത്ത് നമുക്ക് സൈഡ് ജോയിൻ്റ് ചെയ്യുക. അതിനുശേഷം അടിഭാഗത്ത് ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് വരുന്ന രീതിയിൽ 1/2 ഇഞ്ചിൽ നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് എത്ര വീതിയിൽ വേണമെങ്കിൽ, ഇപ്പം ഞാൻ 1/2 ഇഞ്ചെന്ന് ഞാൻ പറഞ്ഞതാണ്, 1 ഇഞ്ചിലോ 3/4 ഇഞ്ചിലോ നമുക്ക് അടിഭാഗം മടക്കി അടിക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് 23 ഇഞ്ച് കിട്ടണം. അതനുസരിച്ചായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിതുപോലെ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി അടിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 1/2 ഇഞ്ചിലും കൂടിയാണ് മടക്കി അടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 1 ഇഞ്ചിൽ വേണമെങ്കിലും മടക്കി അടിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അടിഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് നിന്ന് നമ്മൾ 1.5 ഇഞ്ചിൽ മുകളിലോട്ട് ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട അറ്റത്തെ ഭാഗത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തത് ആം ഹോളിൽ നിന്ന് താഴേക്കായിരുന്നു ചെയ്തത് അടിഭാഗത്തേക്ക്. ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് യോക്ക് ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. യോക്ക് എടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത്ത് കൊടുക്കാണ്ട് ചെറുതായി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്കിന് കുറച്ച് ഇറങ്ങിയിട്ട് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.